ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക. അപ്പം ഞാൻ ഒട്ടും പറഞ്ഞ് ബോറൊന്നും അടുപ്പിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു മീൻ കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന മീൻ വേളാപ്പാര എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീനിന് എന്താണ് പേര് പറയുന്നതെന്നൊക്കെ ഒന്ന് പറയുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വേളാപ്പാര എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തേ നല്ല മുട്ടയൊക്കെ ഉള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനിതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ മീനൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതേ ഒരു ചട്ടി അടുപ്പിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന ചട്ടിയിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഇനിയൊന്ന് ചൂടായി കിട്ടണം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്ക് ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നോർമലി നമ്മളുടെ മീൻ കറിയിൽ കടുക് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഉലുവയ്ക്കൊന്ന് പൊട്ടി തുടങ്ങിയാൽ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നെടുകി കീറിയതും കൂടെ ചേർത്ത് ഇതിൻ്റെ ഒന്ന് റോസ് സ്മെല്ല് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൈപ്പിടി നമുക്ക് കൊച്ചുള്ളി വട്ടത്തിലോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞിടല്ലെങ്കിൽ ചതച്ചിട്ടാലും മതിയാകും. അപ്പം കൊച്ചുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കൊച്ചുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 10 കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചപ്പ് മാറി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്കൊരു 2.25 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളകും നമ്മുടെ സാധാ മുളകും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു മുളക് പൊടിയാണ് കറികൾക്കെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണയിലിട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്താൽ നല്ല ഒരു കറുത്ത കളറിലേക്ക് നമുക്ക് ഈ ഒരു പൊടി റെഡിയായി കിട്ടും. അപ്പം ഈ ഒരു കളറിലാണ് നമ്മൾ ഈ ഒരു മസാല വഴറ്റിയെടുക്കുമ്പം കിട്ടേണ്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 വലിയ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു തക്കാളിയുടെയും പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടണം. മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുടംപുളി ചേർത്ത മീൻ കറിയാണ് വെക്കുന്നത്. നമ്മുടെ പിടിപുളിയെല്ലാം നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ 2 കുടംപുളി ഒന്ന് നേരത്തെ തന്നെ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ മീൻ കറി ഒന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കട്ടെ. അങ്ങനെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു സമയമാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മീൻ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. മീൻ ഇട്ടതിന് ശേഷമല്ല ഞാൻ ഉപ്പിടുന്നത്. അപ്പം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഈ ഒരു അരപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് വേളാപ്പാരയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ പൊടിയാതെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കുക. ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടണം. അതുപോലെ തന്നെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വേകണം. എങ്കിലും ഓവർ കുക്കാകാൻ പാടില്ല. ഓവർ കുക്കായി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ ഒരുമാതിരി റബ്ബർ പോലെ ആയി പോകും കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇടയ്ക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത്
ഒന്ന് മിക്സൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് സ്പൂണ് കൊണ്ട് തവി കൊണ്ട് ഇളക്കുന്നതിനേക്കാളും ഉചിതം നമ്മുടെ ഈ ചട്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതെനിക്ക് അത്ര വശമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്പൂണിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ചട്ടി ഇങ്ങനെ കറക്കുന്ന അത് ഒന്ന് വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം വീണ്ടും ഞാനൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള് നമ്മുടെ ഉലുവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ പൊടിച്ചതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു തണ്ട് വലിയ കറിവേപ്പിലയും കൂടെ വെച്ചതിന് ശേഷം നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളുടെ വെള്ളപ്പാര കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്, മുളകിട്ടത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി.